ആ എപ്പിസോഡ് ഞാൻ ചെയ്യുമ്പോൾ അതിന്റെ ആങ്കർ ചേഞ്ച് ആയി. ഓക്കെ. അപ്പോൾ വേറൊരു ആങ്കർ അപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രോഗ്രാം പ്രൊഡ്യൂസർ പറയുന്നത് മുമ്പ് ആങ്കർ ചെയ്ത കുട്ടിക്ക് ഞാനാണ് ഗസ്റ്റ് എന്ന് പറയുമ്പോൾ ഷീസ് നോട്ട് ഇൻട്രസ്റ്റഡ് ടു ഡു ഇറ്റ് എന്ന്. ലൈക്ക് ഷീസ് നോട്ട് ഇൻട്രസ്റ്റഡ്. പുള്ളിക്കാർക്ക് താല്പര്യമില്ല. അപ്പൊ പുള്ളിക്കാരി ഞാനാണ് ഗസ്റ്റ് ലിസ്റ്റ് നോക്കുമ്പോൾ ഞാനാണെന്ന് പറയുമ്പോൾ ചെയ്യാൻ പറ്റില്ല. പേളിമാണിയാണെന്നൊക്കെ പറഞ്ഞ ആ സ്റ്റേറ്റ്മെന്റിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? എനിക്ക് എന്തായാലും ഞാനത് ചെയ്യുന്നോണ്ടുള്ള പ്രശ്നമാണ്. അല്ലാതെ ഈ തൊഴിൽ നിഷേധിക്കപ്പെടുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇപ്പൊ എന്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഞാൻ കുറെ എബി അങ്ങനത്തെ സിനിമകളൊക്കെ ചെയ്തു വരുന്ന ആ ഒരു ടൈമിൽ ഒരു ചാനലിലേക്ക് ഇന്റർവ്യൂവിന് വിളിച്ചു. അപ്പൊ ഒരുപാട് തവണ ഇന്റർവ്യൂവിന് വിളിച്ചു, ക്യാൻസൽ ചെയ്തുകൊണ്ടേയിരുന്നു. 2 തവണ 3 തവണ ക്യാൻസൽ ചെയ്തു. അപ്പൊ ഞാൻ ഗസ്റ്റ് ആയിട്ട് വരുന്നതുകൊണ്ട് ഞാൻ മേക്കപ്പ് ആർട്ടിസ്റ്റിനെ സെറ്റ് ചെയ്യണം, അറിയാലോ, കോസ്റ്റ്യൂം നമ്മൾ സെറ്റ് ചെയ്യണം, നമ്മളതിൽ ഗസ്റ്റ് ആണല്ലോ. 2 തവണ 3 തവണയൊക്കെ ക്യാൻസൽ ചെയ്ത സമയത്ത് 3ാമത്തെ തവണ ഇവർ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ ഇനി ക്യാൻസൽ ചെയ്താൽ എനിക്ക് നാണക്കേടാ. ബിക്കോസ് സ്റ്റൈലിസ്റ്റ് ആണെങ്കിലും കോസ്റ്റ്യൂം ചെയ്യുന്ന അവരുടെ അടുത്തും അവരും മെനക്കേടുമല്ലേ. അപ്പൊ എന്റെ പേഴ്സണൽ കാര്യത്തിനും കാട്ടി കൂടുതൽ ആ ടീമിന് അത് നാണക്കേടാണ്. അപ്പൊ അതുകൊണ്ട് ഇനി ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞിട്ട് പുള്ളി വിളിച്ചു. ആ എപ്പിസോഡ് ഞാൻ ചെയ്യുമ്പോൾ അതിന്റെ ആങ്കർ ചേഞ്ച് ആയി. ഓക്കെ. അപ്പോൾ വേറൊരു ആങ്കർ അപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് അറിയില്ലായിരുന്നു. ലൈക്ക് അന്ന് ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഉച്ചയ്ക്ക് ബ്രേക്കിന്റെ സമയത്ത് നമ്മൾ അപ്പോൾ ഉള്ള ആങ്കറും ഈ ടീമിലെ മെമ്പേഴ്സ് എല്ലാവരും കൂടെ നിൽക്കുമ്പോഴാണ് പ്രോഗ്രാം പ്രൊഡ്യൂസർ പറയുന്നത് മുമ്പ് ആങ്കർ ചെയ്ത കുട്ടിക്ക് ഞാനാണ് ഗസ്റ്റ് എന്ന് പറയുമ്പോൾ ഷീസ് നോട്ട് ഇൻട്രസ്റ്റഡ് ടു ഡു ഇറ്റ് എന്ന്. ലൈക്ക് ഷീസ് നോട്ട് ഇൻട്രസ്റ്റഡ്. പുള്ളിക്കാർക്ക് താല്പര്യമില്ല. അപ്പൊ പുള്ളിക്കാരി ഞാനാണ് ഗസ്റ്റ് ലിസ്റ്റ് നോക്കുമ്പോൾ ഞാനാണെന്ന് പറയുമ്പോൾ ചേക്കാൻ ലുക്ക് സിമിലർ. പുള്ളിക്കാരി ഇപ്പൊ മോട്ടിവേഷൻ ഒക്കെ പറഞ്ഞു നടക്കുന്നുണ്ട്. അതൊരു തൊഴിൽ, എന്താ പറയാ, എന്റെ ജോലി ഇല്ലാണ്ടാക്കിയ കാര്യം. കാരണം എനിക്ക് ആ ടൈമിൽ വരേണ്ട വിസിബിലിറ്റി അല്ലെങ്കിൽ ഓഡിയൻസ് എന്നെ കാണേണ്ട സാധനം മുഴുവൻ എനിക്ക് കട്ട് ഓഫ് ആയി പോയി. അപ്പൊ അതും നമ്മൾ പറയുമ്പോൾ എന്താണ്, നമ്മുടെ ജോലി നിഷേധിക്കുന്ന പോലെയല്ലേ. പിന്നീട് എനിക്ക് ഐ എം റിയലി താങ്ക്ഫുൾ. എല്ലാവരുടെ അടുത്തും എനിക്ക് ഭയങ്കര എന്താ പറയുക നന്ദിയാണ്. ഇപ്പൊ ഈവൻ യു ആർ ടേക്കിംഗ് മൈ ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ ഐ ഹാവ് ദിസ് കർട്ടസി, താങ്ക് യു സോ മച്ച് എന്ന് എനിക്ക് പറയണമെന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ദർ ആർ പീപ്പിൾ ലൈക്ക് പറ്റില്ല എന്ന് പറയും. അത് എന്തിനാ ചെയ്യണമെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ അതിന്റെ എക്സ്പ്ലനേഷൻ ഞങ്ങൾ നേരിട്ട് കാണുമ്പോൾ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുന്ന ആൾക്കാരാ. എനിക്ക് അതിന്റെ ആ ഒരു ഇത് മനസ്സിലാവുന്നേ ഇല്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നമില്ല. ബട്ട് കരിയർ വൈസ് വരുമ്പോൾ ഷീസ് നോട്ട് ഇൻട്രസ്റ്റഡ് ആങ്കർ എന്നുള്ള സാധനമാണ്. ഞാൻ ചെയ്യുന്ന എപ്പിസോഡ് മുതൽ പുതിയൊരു ആങ്കറാണ്. അപ്പൊ ആ ആങ്കർ ആയിട്ടുള്ള കുട്ടി ആർട്ടിസ്റ്റ് തന്നെയാണ്. അവർക്കും അറിയാം ഈ ഒരു ഇൻസിഡന്റ്, ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടെന്നുള്ളത്. അപ്പൊ എനിക്ക് അതൊക്കെ പുതിയ കാര്യമാണ്. അങ്ങനെ നിന്നിട്ട് ഇങ്ങനെ ചെയ്യണത് എനിക്കൊരു പുതിയ കാര്യമാണ്. ഇൻഡസ്ട്രിയിൽ ആദ്യമായിട്ടൊക്കെ വരുന്ന സമയത്ത് നമുക്ക് എന്നുള്ളൊരു ഇതെന്തായത് ഇങ്ങനെ എന്ന് തോന്നുന്ന കാര്യമാണ്. അത് എന്നോട് ചെയ്തത് ഒരു ഫീമെയിൽ. അടുത്തിട്ട് നടന്നൊരു ഇന്റർവ്യൂവിന്റെ സമയത്ത് പല ആൾക്കാരും അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അനുസരിച്ച് ആ ഇന്റർവ്യൂ കുറെ വട്ടം ഡിലേ ആക്കി അവസാനം 3ാമത്തെ തവണ കണ്ട് ചോദിച്ചു ചെന്ന് എന്ന് പറഞ്ഞിട്ടൊരു, അതായത് ഒരു ഇന്റർവ്യൂ, ഒരു ചാനലിന് വേണ്ടി നടത്തിയ ഒരു ഇന്റർവ്യൂ അവസാനം ആങ്കർ അതിനിടയിൽ കുറെ കമന്റ്സ് വന്നിരുന്നു. അതില് പേളിമാണിയാണെന്നൊക്കെ പറഞ്ഞ ആ സ്റ്റേറ്റ്മെന്റിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? എനിക്ക് എന്തായാലും ഞാനത് ഓഡിയൻസിന് വേണ്ടി പറഞ്ഞതല്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് അത് കാണുമ്പോൾ ഒരു അയ്യോ ഞാൻ ഇങ്ങനെ ചെയ്തത് ശരിയായില്ല എന്ന് തോന്നാൻ വേണ്ടി പറഞ്ഞതാണ്. എനിക്ക് തോന്നുന്നു ആ വ്യക്തിക്ക് കൺവേ ആയിട്ടുണ്ടാവണം. ഞാൻ മറ്റുള്ളവരുടെ അടുത്ത് പറയാൻ വേണ്ടി പറഞ്ഞതല്ല. അങ്ങനെയാണ് എനിക്ക് പേര് പറയാലോ. പക്ഷെ ഉറപ്പായിട്ട് അത് കാണുന്ന സമയത്ത് അവർക്ക് അയ്യോ ഞാനത് ഇങ്ങനെയല്ല ആൾക്കാരെ അടുത്ത് ട്രീറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരാളെ അടുത്ത് ഇങ്ങനെ പെരുമാറരുത് എന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടാവണം. അപ്പം അവർക്ക് എന്തായാലും തോന്നിയിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ ഉറപ്പായിട്ട് ഞാൻ അവരുടെ പേര് പറയില്ല. Yesterday I came across some YouTube channel discussing an issue between an artist and an anchor, using my pictures as thumbnail and assuming my name. To clarify, I reached out to the artist and she confirmed she was referring to me. When I tried to tell her my side of the story, she was not ready to listen or talk over the phone. To share my side of the story here, reflecting on the situation, here is what I have to say. In 2017, I faced a payment related issue with the channel I was working with, which forced me to discontinue the show I was hosting. Halfway through, I don't want to further discuss that matter here, since it's already been resolved and not related or relevant to the matter I am intending to clarify. After my exit, there were obvious delays in the show's schedule as they worked to replace me. Unfortunately, the blame for these delays and their incompetence to follow the schedule was unfairly placed on me during that time. Recently, some false narratives resurfaced suggesting that I denied a celebrity their visibility and platform to promote their work. I want to clarify that this is not at all true. She was misinformed and misled. Most importantly, anchors do not have the power to decide who appears as guest on a show. The guest list is entirely show's producer's decision. I wish they had shown the courage to take responsibility for the delays that caused this young actor inconvenience instead of cowardly putting the blame on me. They not only lied but also created an unnecessary confusion between me and
this innocent. എടാ ഞാൻ ആ റെസ്പോൺസ് കണ്ടു. ഞാൻ ആക്ച്വലി എനിക്ക് ഇന്നലെ മുതൽ ഇങ്ങനെ കോൾസ് വരുന്നുണ്ട് ഓൺലൈൻ മീഡിയന്നും അവിടെ നിന്നൊക്കെ. ഞാൻ ഒരാളെ കോളും എടുത്തിട്ടില്ല. ഒന്നാമത് ഞാനേ എടാ ഞാൻ ഒരാളുടെ പേര് പറയാനോ അല്ലെങ്കിൽ അവർക്ക് ഉണ്ടാവുന്ന ഒരു കാര്യം അവരുടെ കരിയർ വൈസുള്ള കാര്യങ്ങൾക്ക് ബ്ലോക്ക് ചെയ്യാനോ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞ വീഡിയോയോ അങ്ങനെ ചെയ്ത വീഡിയോ ഒന്നുമല്ല. കാരണം അലിഗേഷൻ വന്നപ്പോൾ ആദ്യം വേറൊരു ആങ്കറിനെയും കൂടെ അതിൽ ഇൻവോൾവ് ആയിരുന്നു പേര്. അപ്പം ഞാൻ ആകെ അയ്യോ ഞാൻ പറഞ്ഞത് അബദ്ധമായോ എന്ന് എനിക്ക് തോന്നിയിരുന്നു ഒരു പോയിന്റിൽ. പക്ഷെ നമ്മളടുത്ത് ലൈഫിൽ അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടാവുന്ന സമയത്ത് എക്സ്പ്ലനേഷൻ ചോദിക്കുമ്പോൾ നമ്മളത് പറയുമല്ലോ. അതിൽ പോലും ഞാൻ ആളുടെ പേര് ഒന്നും പറയരുത്, ഇൻസിഡന്റ് ഇതാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു പോയതാണ്. അപ്പം ആളിപ്പം ഇങ്ങനെ ആളെന്നെ വിളിച്ചിരുന്നു. ആളെന്നെ സാനിഫ് എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ ഫോണിൽ നിന്നാണ് വിളിച്ചത്. എന്നെ ഡയറക്റ്റ് പോലും അല്ല വിളിച്ചത്. വിളിച്ചിട്ട് സംസാരിച്ചു കുറെ കൺവിൻസ് ചെയ്യാൻ നോക്കി. അപ്പൊ ഞാൻ കൺവിൻസ് ചെയ്യാൻ നോക്കിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ വളരെ ഫേക്ക് ആയിട്ടാണ് സംസാരിക്കുന്നത്. എനിക്ക് അങ്ങനെയാ തോന്നിയത്. വെച്ചാ ആള് ഞാൻ ഇത് ഫ്ലവേഴ്സിൽ കട്ടറുമ്പ് എന്ന് പറഞ്ഞൊരു ഷോ ഉണ്ടായിരുന്നു. ഈ കട്ടുറുമ്പ് എന്ന് പറഞ്ഞ ഷോയിൽ ഫസ്റ്റ് വിളിക്കും, ഫസ്റ്റ് വിളിച്ച് ക്യാൻസൽ ചെയ്യും, രണ്ടാമത് വിളിച്ച് ക്യാൻസൽ ചെയ്യും. രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ പറഞ്ഞു ചേട്ടാ ഇത് ഇങ്ങനെ ഇനി നിങ്ങൾ ക്യാൻസൽ ചെയ്താൽ എനിക്കിത് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ട് മൂന്നാമത് ഞാൻ വരുമ്പോഴേക്കും അതിന്റെ ആങ്കർ മാറിയിരുന്നു. അപ്പം എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഈ പുള്ളിക്കാരിയാണ് ഹോസ്റ്റ് ചെയ്തതെന്നുള്ളതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. അപ്പം ഞാനപ്പോൾ ആ സമയത്ത് വരുന്ന സമയത്ത് ഈ ചാനൽ ചീഫ് ചാനലിന്റെ ഓണർ ശ്രീകണ്ഠൻ നായർ സാറും പുള്ളിക്കാരിയും തമ്മിൽ എന്തോ ഇഷ്യൂസും കാര്യങ്ങളും ഒക്കെ സംസാരിക്കുമ്പോഴാണ് ഞാനുമായിട്ട് ഇഷ്യൂ ഉണ്ട് എന്നുള്ളത് ഈ ചാനലിലെ പ്രോഗ്രാം പ്രൊഡ്യൂസർ ഒരു വിൽസൺ എന്തോ പറഞ്ഞിട്ടൊരു പുള്ളിക്കാരൻ പറയുന്നത്. അന്ന് സ്വാസികയുണ്ട് അവിടെ. അപ്പോഴാണ് ഞാൻ ഈ കാര്യങ്ങൾ അറിയുന്നത്, ഈ പുള്ളിക്കാരിക്ക് എന്നോട് ഇഷ്യൂ ഉണ്ടെന്നുള്ളത്. അതിനുശേഷം ഞാൻ ആളോട് ചോദിക്കാനോ ബുദ്ധിമുട്ടിപ്പിക്കാനോ അല്ലെങ്കിൽ വേറെ രീതിയിൽ ബിഹേവ് ചെയ്യാനോ ഒന്നും പോയിട്ടൊന്നുമില്ല. പക്ഷെ പുള്ളിക്കാരി പുറത്തുനിന്ന് കാണുമ്പോഴൊക്കെ ഭയങ്കര എന്താ പറയാ ഭയങ്കര ഇതായിട്ട് പെരുമാറും, ഡിഫറെന്റ് ആയിട്ട് പെരുമാറും. ഒരു കല്യാണമൊക്കെ വിളിച്ചു തന്നെ. സത്യത്തിൽ എന്നെ കല്യാണം അങ്ങനെ വലിയ ഒന്നല്ല വിളിച്ചത്. പക്ഷെ ഞാൻ ചുമ്മാ പോയി. എനിക്ക് അവരോട് കുഴപ്പമൊന്നും ഇല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോയതാണ്. അല്ലാതെ ഞാൻ അങ്ങനെ വിചാരിച്ചു ലൈക്ക് അറ്റ്ലീസ്റ്റ് അവർ അങ്ങനെ വിചാരിച്ചോട്ടെ, എനിക്ക് അവരോട് ഒരു പ്രശ്നമില്ല എന്ന്. അതാകുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അത് മനസ്സിൽ നിന്ന് പോകുമല്ലോ എന്ന് അങ്ങനെ വിചാരിച്ചിട്ട് അതിനൊക്കെ പോയേ. പക്ഷെ അതൊന്നും വർക്കൗട്ട് ആയിട്ടില്ല. പിന്നെ ഇതെല്ലാം കഴിഞ്ഞു. അപ്പം ഇവരെന്നെ ഫോണിൽ വിളിച്ച സമയത്താണെങ്കിലും ഞാൻ ഇവർ പറഞ്ഞതെല്ലാം കേട്ടിട്ട് ഞാൻ ഇവരടുത്ത് റിപ്പീറ്റഡ്ലി പറഞ്ഞുകൊണ്ടിരുന്നത് എനിക്ക് നിങ്ങളോട് ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല, പക്ഷെ എനിക്കിങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായി. പിന്നെ എനിക്കത് വിശ്വസിക്കാതിരിക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല. കാരണം ഇവര് തന്നെ വേറൊരു ആർട്ടിസ്റ്റിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തു. കാരണം മുംബൈ ടാക്സി ഏതൊരു പടത്തിൽ അവരായിരുന്നു ആദ്യം കാസ്റ്റ് ചെയ്തത്. അതിനുശേഷം അത് എന്നെ ആക്കിയപ്പോൾ അവർക്ക് അത് ഭയങ്കര മാനസികമായ പ്രശ്നം ഉണ്ടായിരുന്നു. അതൊക്കെ മനസ്സിലാവും. അതൊക്കെ മനുഷ്യ സഹജമാണ്. അതൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. അത് ആ ഏജിന്റെയും എല്ലാം ആണ്. അതൊക്കെ പോട്ടെ, ഒരു കുഴപ്പമില്ല. പക്ഷെ ഫോൺ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ലാസ്റ്റ് സംസാരിച്ചിട്ട് ഞാനിത് എനിക്ക് വിശ്വാസം വന്നില്ല. കാരണം എന്നോട് ആദ്യം പറഞ്ഞത് സാറുമായിട്ട് പ്രശ്നമൊന്നുമില്ല, ശ്രീകണ്ഠൻ നായർ സാറുമായിട്ട് ഒരു പ്രശ്നമില്ല എന്നാണ് പുള്ളിക്കാരി പറയണത്. അപ്പൊ തന്നെ എനിക്ക് തോന്നി അത് സത്യമല്ല പറഞ്ഞുകൊണ്ടിരിക്കണമെന്ന്. അപ്പൊ ഞാൻ ഓക്കെ കുഴപ്പമില്ല, ഞാൻ പറഞ്ഞു ഇനി ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് വിഷയമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ആ രീതിയിലാണ് ഞാൻ സംസാരിച്ചത്. എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യം വിശ്വസിച്ചു എന്ന് പറയുന്നത് ശരിയല്ലല്ലോ. അപ്പൊ ഞാൻ ആണല്ലേ, ഓക്കെ പക്ഷെ എന്നാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയിൽ സംസാരിച്ച്. എന്നിട്ട് അവസാനം പുള്ളിക്കാരി എൻ്റെ അടുത്ത് മോശമായിട്ട് സംസാരിച്ചിട്ടാണ് ആ കോൾ വൈൻഡപ്പ് ചെയ്തത്. ഞാൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് അറിയില്ലായിരുന്നു, ഐ ഡിഡ്ന്റ് ഈവൻ ന്യൂ ദാറ്റ് യു എക്സിസ്റ്റഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇൻസൾട്ട് ചെയ്തിട്ടാണ് വെച്ചത് പിന്നെയും ഫോണ്. എനിക്കതിനും പരാതിയും കാര്യങ്ങളൊന്നുമില്ല. ആൾക്കാർ ഞാൻ നിന്നോട് ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്കിതൊന്നും ഞാനിത് വേറൊരു പേഴ്സൻ്റെ അടുത്ത് ഒരു മീഡിയയിലെ ഒരു ക്യാമറയുടെ മുമ്പിലൊന്നും ഇരുന്ന് പറയാനോ അങ്ങനെ ഞാൻ വിചാരിക്കുന്നില്ല ഇതിനെപ്പറ്റി. കാരണം എനിക്ക് ആളുടെ പേരും പറയണ്ട, എനിക്ക് ഒരു കാര്യങ്ങളും ഇനി ഫെർദർ ഡിസ്കസ് ചെയ്യണ്ട. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടുമല്ല. ഇപ്പൊ എല്ലാവരും പ്രായം ഒക്കെ മാറി. ഷീ വാസ് ഇൻ 20s നടക്കുമ്പം, അപ്പോൾ ഷീസ് ഇൻ 30s now. അപ്പൊ അതിന്റെ ഒരു മെച്യൂരിറ്റി വന്നിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ഇനി അതല്ല എന്നുണ്ടെങ്കിലും ഐ ഹോപ്പ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും എല്ലാം ബെറ്റർ ആവും എന്നുള്ളത്. എനിക്ക് അങ്ങനെ ഒരു ഇന്റൻഷനേ ഉണ്ടായിരുന്നില്ല ഒരാൾക്കിട്ട് പണി കൊടുക്കണമെന്നോ അല്ലെങ്കിൽ ഒരാൾ ഇങ്ങനെ ഇതാവണം എന്നുള്ളത്. ഐ ഓൾവേസ് വാണ്ടഡ് ടു മേക്ക് ഹർ ഫീൽ ലൈക്ക് എനിക്ക് അവരായിട്ട് ഒരു ഇഷ്യൂ ഇല്ല എന്നുള്ളത്. അതുകൊണ്ടാണ് പിന്നീട് കാണുമ്പോൾ സംസാരിച്ചതും ഒക്കെ.
അപ്പം മെറീന മൈക്കിളിന്റെ അവസ്ഥ കണ്ടോ സുഹൃത്തുക്കളെ? ആർക്കും ഈ ഒരു ഗതി വരത്താണ്ടിരിക്കട്ടെ, വന്നവരും പോണവരും എല്ലാം പുള്ളിക്കാരനെ അപമാനിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഒരു വിഷയം എന്താന്ന് നോക്കണമെങ്കിൽ പേർലി മാണി നമ്മുടെ ഈ മെറീനനെ അപമാനിച്ചു എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി, അതായത് പേർലി മാണിയുടെ പേര് പറഞ്ഞില്ലെങ്കിലും പല പല സൂചനകളൊക്കെ കൊടുത്തിട്ട് പുള്ളിക്കാരി ഇരുന്നിട്ട് ഇന്റർവ്യൂവിനകത്ത് പറഞ്ഞു. നിങ്ങളിപ്പോ ആ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ കണ്ടല്ല. അപ്പൊ ആ ഒരു സംഭവം പുള്ളിക്കാരി പറഞ്ഞ്, പക്ഷെ ഈ ഒരു ആ പുള്ളിക്കാരി പറഞ്ഞതിനകത്ത് എവിടെയും എനിക്ക് പേർലി മാണിയുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇപ്പൊ പേർലി മാണിയുടെ ആ ഒരു വിഷയം കൊണ്ടാണ് ആ ഒരു ഇന്റർവ്യൂ ക്യാൻസലായി പോയതെങ്കിൽ അത് നമുക്ക് പറയാം പേർലി മാണിയുടെ വിഷയമാണെന്ന്. അല്ലാണ്ട് ഇപ്പൊ ഈ പുള്ളിക്കാരിനെ ഇന്റർവ്യൂ എടുക്കാനായിട്ട് താല്പര്യമില്ല എന്ന് പേർലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് പേർലിയുടെ വിഷയമാവുന്നത്? കാര്യം പേർലിയുടെ ഇഷ്ടമാണ് പേർലി ആരെങ്കിലും ഇന്റർവ്യൂ എടുക്കണോ വേണ്ടയോ എന്നുള്ളത്. അതിപ്പോ ഇവരുടെ അവസരം നിഷേധിക്കുകയാണെന്നൊക്കെ പറയേണ്ട കാര്യമുള്ളതായിട്ടൊന്നും എനിക്ക് അതിനകത്ത് തോന്നുന്നില്ല. പിന്നെ ഇപ്പൊ പേർലി മാണി ആണോ എന്നൊരു ആങ്കർ ചോദിക്കുമ്പോഴത്തേക്കും അതിനകത്ത് ഇവര് പറയുന്നില്ല. ഇവര് പറയുന്നതെന്ന് പറഞ്ഞാൽ പേർലി അല്ല എന്ന് ഇവര് പറയുന്നില്ല. അപ്പൊ അതിനർത്ഥം പേർലി അല്ല, ഒരാളാണോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അയാളല്ലെങ്കിൽ ഇപ്പൊ അയാളല്ലെങ്കിൽ അല്ലാന്ന് പറയുമല്ല. ഇതിപ്പോ ഇവരല്ലാന്ന് പറയുന്നില്ല, എന്നാ പേർലി ആണെന്നും പറയുന്നില്ല. അങ്ങനത്തെ ഒരു ഇതിനകത്താണ് ഇവർ ഇരിക്കുന്നത്. അപ്പൊ എനിക്ക് ഇതിനകത്ത് എവിടെയും പിന്നെ ഈ ഇന്റർവ്യൂ ക്യാൻസൽ ആയി പോയത് ഇപ്പൊ പേർലിയുടെ തെറ്റുകൊണ്ട് തന്നെയാണെന്ന് ഉറപ്പ്. ഇപ്പൊ ചിലപ്പോ അല്ല ടെക്നിക്കൽ പരമായിട്ടോ അല്ലെങ്കിൽ അപ്പൊ അതിന്റെ നടത്തിപ്പുകാരുടെ ഭാഗത്തു നിന്ന് വന്നൊരു പിഴവ് കൊണ്ട് ആവാലോ ഇപ്പൊ ആ ഒരു ഇന്റർവ്യൂ ക്യാൻസൽ ആയി പോയത്. അല്ലാണ്ട് അതിനകത്ത് പേർലിയുടെ തെറ്റാണെന്നൊന്നും എനിക്ക് അതിനകത്ത് ഇപ്പൊ ആ ഒരു വിഷയത്തിനകത്ത് പേർലിനെ കുറ്റപ്പെടുത്താൻ പറ്റുമെന്ന് എനിക്ക് ആ ഒരു വിഷയത്തിനകത്ത് തോന്നുന്നില്ല. പിന്നെ അത് കമന്റ് ബോക്സിനകത്ത് എല്ലാവരും പേർലിനെ കുറ്റപ്പെടുത്തി, അവര് വലിയ കൊമ്പത്ത ആൾക്കാരെ മാത്രമേ ഇന്റർവ്യൂ എടുക്കുള്ളൂ എന്നൊക്കെ കമന്റ് ബോക്സിനകത്ത് നടന്ന് പറയുന്നുണ്ട്. എനിക്ക് അതിനകത്ത് അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല. കാര്യം എനിക്ക് പേർലിയുടെ ഭാഗത്തുനിന്ന് ആ ഒരു വിഷയത്തിനകത്ത് തെറ്റുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അത് എന്റെ അഭിപ്രായം മാത്രമായിരിക്കാം. പിന്നെ ഈ പുള്ളിക്കാരി വേറൊരു എക്സ്പീരിയൻസ് ഒക്കെ പറയുന്നുണ്ട്. ഈ പുള്ളിക്കാരി കണ്ടപ്പോൾ വാതിലടച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ എന്നൊക്കെ പറഞ്ഞ ഇപ്പൊ ഈ ഒരു ഇൻഡസ്ട്രീനകത്തൊക്കെ ആകുമ്പോഴത്തേക്കും ഇപ്പൊ ഫ്രണ്ട്സ് തമ്മിൽ തന്നെ പല രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, സൗന്ദര്യ പിണക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ വന്നിട്ട് ഇങ്ങനെ ഒരു, അതായത് ഇങ്ങനെ വിക്ടിം കളിക്കുന്ന പോലെ എനിക്ക് ഒരു സംഭവത്തിന് അത് ഫീൽ ചെയ്ത്. അപ്പൊ അത് എന്റെ മാത്രം ഒപ്പീനിയൻ ആണ്. അപ്പൊ എന്താണ് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത് ഈ വീഡിയോയുടെ പറയാൻ പറ്റാട്ടോ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടാൻ മാത്രം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേക്കാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേക്കാം. കാര്യം നമ്മൾ ഒരു ഫാമിലി ആകുമ്പോഴത്തേക്ക് നമ്മളെല്ലാവരും അങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്യണം, ഇങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്യണം, അങ്ങനെയൊക്കെയാണല്ലോ ഇപ്പൊ സബ്സ്ക്രൈബ്. അപ്പൊ അങ്ങനെയാണ് അതിന്റെ പരിപാടി. അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. അപ്പൊ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും.